പ്രിയമുള്ളവരെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് നല്ലൊരു ചാൻസുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ്. വയനാട് ജില്ലയിലാണ് നമ്മുടെ വീടുള്ളത്. കാരാപ്പുഴ ഡാമിൻ്റെയൊക്കെ പരിസരത്തായിട്ടാണ് നമ്മുടെ വീടുള്ളത്. നല്ല റോഡ് ആക്സസ് ഒക്കെ ഉണ്ട്. നമുക്ക് മേപ്പാടി ഭാഗത്തു നിന്ന് അങ്ങോട്ട് വരാം, അതുപോലെ മുട്ടിൽ ഭാഗത്തു നിന്ന്, അതുപോലെ നമുക്ക് കാക്കവയൽ, അങ്ങനെ നല്ല റോഡ് ആക്സസ് ഉള്ള ഒരു സ്ഥലത്തുള്ള വീടാണ്. നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഈ ടാറിങ് റോഡിൻ്റെ സൈഡിലാണ്. നമ്മുടെ ചുറ്റിലും ഈ സ്ഥലത്തിൻ്റെ ചുറ്റിലും ഈ റോഡ് സൗകര്യമൊക്കെ ഉണ്ട്. വലിയ വാഹനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തും. ബസ് പോലത്തെ വലിയ വാഹനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ 23 സെൻറ്റിലാണ് നമ്മുടെ വീടുള്ളത്. 2700 സ്ക്വയർ ഫീറ്റുള്ള വീട്. 4 ബെഡ്റൂമും 4 ബാത്റൂമും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള കാഴ്ചയൊക്കെയാണ് കാണുന്നത്. മുറ്റമൊക്കെ നമുക്ക് വലിയ മുറ്റാണുള്ളത്. അപ്പോൾ ഈ 23 സെൻറ്റിൽ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത്തിപ്പഴത്തിൻ്റെ മരമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അത്തിപ്പഴമുണ്ട്, അതുപോലെ ലിച്ചി, സപ്പോട്ട, പേര, ചാമ്പ, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. അതുപോലെ മാവും പ്ലാവും തെങ്ങൊക്കെ നമ്മുടെ ഈ സ്ഥലത്തുണ്ട്. വീടിൻ്റെ സൈഡ് ഭാഗമൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇതാ സൈഡിൽ നമുക്കൊരു പോർച്ചൊക്കെ കാണാം. ഫ്രണ്ട് വശത്ത് നമ്മളൊരു പോർച്ച് കണ്ടു, ബാക്കിൽ ഇതാ ഒരു പോർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് വെള്ളത്തിന് ബോർവെൽ കണക്ഷനാണുള്ളത്, ബോർവെല്ലാണുള്ളത്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീടിൻ്റെ ബാക്ക് വശമാണ് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നത്. ഒരു ചാമ്പങ്ങൻ്റെ മരമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ആപ്പിൾ ചാമ്പങ്ങ എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ മരമാണ് നമ്മളിങ്ങനെ ആ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീട് ഒരു ഹോം സ്റ്റേ ചെയ്യാൻ വളരെ അനുയോജ്യമായ നല്ലൊരു വീടാണ്. ഇത് കാരാപ്പുഴ ഡാമിൻ്റെ പരിസരത്തായതുകൊണ്ട്, ടൂറിസം മേഖലയിലായതുകൊണ്ട് നമുക്കൊരു ഹോം സ്റ്റേ ചെയ്യാൻ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ നല്ലൊരു വീടാണ്. ഇതിൻ്റെ പരിസരത്തൊക്കെ ഹോം സ്റ്റേ ആണുള്ളത്. വീടിൻ്റെ ഉൾവശം ഒന്ന് കാണാം. സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. സിറ്റൗട്ടൊക്കെ ഇതാ വലിയ നീളമുള്ള സിറ്റൗട്ടാണ്. ഇതിൻ്റെ ഫ്ലോറൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഡോറുകളും ജനലുകളൊക്കെ ഫുള്ള് മരത്തിലാണ് പണിതിരിക്കുന്നത്. സിറ്റൗട്ട് കഴിഞ്ഞാലുള്ള ലിവിങ് ഏരിയ ആണ് നിങ്ങൾ വീഡിയോയിൽ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോറ് ടൈലിടാനൊക്കെ ടൈലിൻ്റെ വർക്കൊക്കെ ബാക്കിയുണ്ട്. ഒരു മാറ്റാണ് തൽക്കാലം ഇട്ടിരിക്കുന്നത്. അപ്പോൾ 4 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം വീടിന് താഴ്ഭാഗത്തും 2 ബെഡ്റൂം വീടിന് മുകളിലായിട്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. 4 ബാത്റൂമൊക്കെ ഉണ്ട്. ഇത് 1ാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ബെഡ്റൂംസൊക്കെയാണ് പണിതിരിക്കുന്നത്. ലിവിങ് ഏരിയ കഴിഞ്ഞാലുള്ള ഡൈനിങ് ഏരിയൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉള്ളിലിതാ സ്റ്റെയറൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇത് 2ാമത്തെ ബെഡ്റൂം. എല്ലാം വലിയ ബെഡ്റൂമുകളാണ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഒക്കെ വർക്ക് ബാക്കിയുണ്ട്. ഇത് കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോർ റൂമൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇത് 1ാമത്തെ കിച്ചനാണ്. ഇവിടെ അതാ സ്ലാവിൻ്റെ വർക്കുകളും ബർത്തുകളും ഒക്കെ ഉണ്ട്. ചിമ്മിനി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞാൽ വർക്ക് ഏരിയ അത്യാവശ്യം വലിയ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തതാണ്. ഇവിടെ അത് സ്ലാവിൻ്റെ വർക്കുകളും എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ്. എല്ലാം നല്ല ഹെവി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ റൂഫ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ സൈഡിലൊക്കെ നമുക്ക് നല്ല പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഹെവി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിത ഒരു വർക്ക് ഏരിയയാണ് കാണുന്നത്. അതുപോലെ ഈ ബാത്റൂമിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഈ വർക്ക് ഏരിയൻ്റെ ഉള്ളിൽ നമുക്കൊരു ബാത്റൂമുണ്ട്. ഫുള്ള് വർക്ക് കഴിഞ്ഞതാണ്. വീടിൻ്റെ മുകൾ വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂമും 2 ബാത്റൂമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ വീടൊരു അർജൻറ്റ് സെയിൽ വീടാണ്. ഇത് മാക്സിമം റേറ്റ് കുറച്ചാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 2700 സ്ക്വയർ ഫീറ്റും 23 സെൻറ്റ് സ്ഥലത്തുള്ള ഈ വീടിനും കൂടി ഇവർ ആവശ്യപ്പെടുന്നത് 55 ലക്ഷം രൂപയാണ്. വിലയൊക്കെ കുറയും. അർജൻറ്റ് സെയിലായതുകൊണ്ട് മാക്സിമം റേറ്റ് കുറച്ചാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.